വെയിറ്റ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് IDPSൻ്റെ ഗംഭീരമായ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനാണ് കേട്ടോ. സെലിബ്രേഷൻ ഗംഭീരമായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വേണം ലാസ്റ്റ് പറയാൻ. പക്ഷെ ഞാൻ എന്തായാലും ഒരു ഇൻട്രോ തന്നതാണ്. ഇത് നമ്മുടെ സ്കൂളിലെ ക്രീഡോ കുട്ടികളെല്ലാവരും കൂടിയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, ഇന്ത്യൻ നാഷണൽ ഫ്രൂട്ട്, ഇന്ത്യൻ നാഷണൽ ഫ്ലവർ അങ്ങനെ എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്കേറ്റിംഗ് എത്തിയപ്പോൾ അത് വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. സ്കേറ്റിംഗ് ഒന്നും ഒരു രക്ഷയില്ല. കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോകും. പോട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് നമ്മളിവിടുത്തെ PE സാറായിട്ടുള്ള ശ്യാം സാറിന് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. പാവത്തിൻ്റെ ഹാർഡ് വർക്കാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ ഇതൊന്നും പക്ഷെ ഒന്നുമല്ല, ഇനി വരാൻ പോകുന്നതാണ് ശരിക്കുള്ള സംഭവങ്ങൾ. അയ്യോ, അത് കാണുമ്പോൾ നിങ്ങൾ അമ്മയെ കുഞ്ഞു കുട്ടികളല്ലേ എന്ന് വിചാരിക്കും. വീണ്ടും പറയട്ടെ, ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ശരിക്കും ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യുമായിരിക്കും. ശരിക്കും ആ 2 പേരെ കിടത്തിയിട്ടേ മക്കൾ ചാടുന്നൊക്കെ കാണണം. അയ്യോ, അപ്പോൾ അങ്ങക്ക് മിസ്സായി ഉണ്ടാവും അല്ലേ. എല്ലാ വീഡിയോസും ഒന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അതൊക്കെ ശരിക്കും അടിപൊളിയല്ലേ. ഇതാണ് നമ്മളെ ശ്യാം സാർ കേട്ടോ. ഇത്രയും പേരെ ഇങ്ങനെ പഠിപ്പിച്ച് ഓടിച്ചത് മൂപ്പരാണ്. മൂപ്പരാളെ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടേനി. വീണ്ടും നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇതും നല്ല രസമായിരുന്നു സ്റ്റേജിൽ നിന്ന് കാണാൻ. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ അത്ര കണ്ട് ഭംഗിയായില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ വൈഡിലെടുക്കുമ്പോൾ എൻ്റെ ക്യാമറ അത്ര പോരാത്തോണ്ടായിരിക്കും കേട്ടോ. പോട്ടെ, ഇതെന്നാലും അവർ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം മാത്രം ആ കൊടീൻ്റെ പച്ചയും വെള്ളയും വന്നിട്ട് മുകളിൽ ആ സാഫ്രോൺ അങ്ങോട്ട് വരാൻ കുറച്ചൊരു മടി കാണിച്ച പോലെ തോന്നി. ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. ഡാൻസ് ഒന്നും പിന്നെ പറയാൻ വേണ്ട. കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളല്ലേ, അവരെന്ത് നല്ലോണമാണ് കളിക്കുന്നത് കണ്ടോ. ഇത് 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണ്. 7, 8, 9 വയസ്സുള്ള കുട്ടികൾ. കുറേ പരിപാടികൾ ഇനി വരാണ്ട് കേട്ടോ. നിങ്ങൾ പോവല്ലേ. ഇതൊക്കെ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തള്ളി മറിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ തള്ളി മറിച്ചതാണോ നിങ്ങൾ പിന്നെ ചിന്തിക്കും. നോക്കിക്കോ, നോർമൽ ഡാൻസും പാട്ടും പ്രസംഗവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ റിപ്പബ്ലിക് ഡേക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതല്ലല്ലോ, വരാൻ പോകുന്നതാണല്ലോ ട്വിസ്റ്റ്. ഇതിന് ഇവരിവിടെ പറയുന്നത് പിരമിഡ് എന്നാണ് കേട്ടോ. കുട്ടികളെ അറേഞ്ച് ചെയ്ത് നോക്കണേ. ഈ പിരമിഡിനെക്കാട്ടിലുള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പിരമിഡിൻ്റെ അവസാനം ഒരു കുട്ടി വന്നിട്ട് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് തലകുത്തി പറയുന്നതാണ്. ഞാനിങ്ങനെ എണ്ണി 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞിട്ട് 8, 10 വട്ടം ആണെന്ന് തോന്നുന്നു അവൾ കണ്ടിന്യൂസ് തലകുത്തി മറിഞ്ഞ്. കണ്ടിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഷോക്കായി പോകും. ഇപ്പം വരും, ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഇവൾ ആ ഓടിപ്പോയ മോളില്ലേ, അവൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവർ ഈ പിരമിഡ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവളങ്ങ് തലകുത്തി പറയാൻ തുടങ്ങും. നോക്കണേ, 1, 2, 3, 4, 5, 6, 7, 8 കഴിഞ്ഞില്ല, 9, 10, 11. അന്നേരത്തേക്ക് ഈ പിരമിഡ് ഇളകിയോണ്ട് ഓൾ നിർത്തി. അല്ലെങ്കിൽ ഓൾ ഇപ്പോഴും നിർത്തൂലേനു കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ വേറെ എന്തോ ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലത്തെ സാധനം ചെയ്ത്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കങ്ങനെ മനസ്സിലായില്ല. മറ്റേന്ന് അവർ പിരമിഡ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ. ഇനി അങ്ങോട്ടുള്ളതാണ് വളരെ സാഹസികമായ പരിപാടികൾ. ഇത് കരാട്ടേൻ്റെ ബേസിക് സാധനങ്ങളൊക്കെയാണ്. ഇതിൽ നമ്മളിങ്ങനെ ഇതാണോ ഇപ്പം ഇത്ര കാണാനുള്ളതെന്ന് വിചാരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. എല്ലാം ഒന്നും ഞാൻ സത്യത്തിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇതിനെക്കാട്ടിലും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം അങ്ങോട്ട് ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ വരെ കരാട്ടേൻ്റെ ബേസിക് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഒരാളെ കണ്ടതാണ്. ഏതൊരു പേരൻറ്റിൻ്റെ കൂടെ വന്നൊരു കൊച്ചാട്ടോ. ഇപ്പം ഭയങ്കര കളിയാണ് അതിലെ ഓടി. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് അവൻ വെറുതെ ഓടുന്നു. ഇത് നോക്കണേ, ഓടെടുത്തിട്ട് കുഞ്ഞു മക്കളാണ് ഇവരിപ്പം 3ാം ക്ലാസ്സിലായിരിക്കും മാക്സിമം. അവരൊക്കെ തലക്കടിച്ച് പൊട്ടിക്കുന്ന കാണണം. നമ്മൾ ഞെട്ടിപ്പോവും. കുറേ ഭാഗം എനിക്ക് സ്കിപ്പായിട്ടുണ്ട്. എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ നല്ല രസമാണ്. ഇവരിങ്ങനെയൊക്കെ ഓരോന്ന് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ച്. ഇതെല്ലാം പഠിപ്പിച്ചത് ഈ കാണുന്ന 5 സാറാണ് കേട്ടോ. പിന്നെ ശ്യാം സാറും ഉണ്ട് അപ്പുറത്ത്, കണ്ടില്ലേ. ഇവർ 2 പേരും കൂടാണ് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഗംഭീര പരിപാടിയായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കും. ഈ മുകളിൽ നിൽക്കുന്ന മോളില്ലേ, ഈ കൊടി പിടിച്ച് നിൽക്കുന്ന അവൾ എൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ. ഇവർ ട്വിൻസാണ്, 2 പേരുണ്ട്. ഒരേപോലെ അവരെ 2ആളെയും കാണാൻ. എന്നാലും എന്ത് ഭംഗിയായിട്ടാണ് ചെയ്ത് നോക്കി. ഈ തലയും കുത്തിമറിയൽ ഇവരെ ഒരു വീക്ക് പോയിൻ്റാന്ന് തോന്നിട്ടോ. കാരണം എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒറ്റ വട്ടം പോലും ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ നോക്ക്, സൈക്കിള് ഇവരെ കൈൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിങ് കൊണ്ടുപോയിട്ടോ ഇവർക്ക് വേദനയായില്ല. കാലുകൊണ്ട് ഓടി ചവിട്ടി പൊട്ടിച്ചുണ്ടോ. ഇനി ഇത് കൈ കൊണ്ട് ഒറ്റയടിക്ക് പൊട്ടിക്കുന്ന കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെ സാധിക്കുന്നതെന്ന്. ഇതതിനേക്കാട്ടിലും കുഞ്ഞു കുട്ടികളൊക്കെ എന്ത് ഈസി ആയിട്ട് ചെയ്യുന്നറിയോ. എനിക്കിതിപ്പോഴും കറക്കാൻ അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ച് ഞാനൊന്നും ഇവരൊന്നും പഠിച്ച പോലത്തെ സ്കൂളിലൊന്നും അല്ലല്ലോ പഠിച്ചെന്ന്.
എന്നാലും ഞാൻ പഠിച്ച സ്കൂൾ അത്ര മോശമൊന്നുമല്ലായിരുന്നു കേട്ടോ. അന്ന് ഇതൊന്നും അത്ര പ്രൊമോട്ട് ചെയ്തിരുന്നില്ല ആരും. അതുകൊണ്ടായിരിക്കണം പാട്ട് പോലും പഠിക്കാൻ പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അപ്പോഴാണ്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇത് കണ്ടോ, ഇതിൽ ഈ അറ്റത്ത് നിൽക്കുന്ന മോള് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, 4ാം ക്ലാസ്സിലാണ്. അവളിത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇവർ രണ്ടുപേരെയും കൂടെ അവൾ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ വലിയ കാര്യം. ഞാനും വിചാരിച്ചത് കണ്ടപ്പോൾ. പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ ഇവർ രണ്ടുപേരും ചെയ്തു. പക്ഷേ ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് ശ്യാം സാർ ഒരു സംഭവം ചെയ്ത് കണ്ടോ, ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയേ. എത്ര നേരം കണ്ടിന്യൂസ് മൂപ്പര് ഇത് ചെയ്തത്. ഇത് ശരിക്കും ഞാൻ അന്നേരം സിനിമാറ്റിക്കിൽ നല്ല ഭംഗിയിൽ എടുക്കണം എന്ന് വിചാരിച്ചേ. പക്ഷെ പെട്ടെന്ന് ക്യാമറ വീഡിയോയിലായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയെങ്കിൽ ഇങ്ങനെയെങ്കിൽ എടുക്കാമെന്ന്. പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നല്ലേ, എന്ത് ഭംഗിയായിട്ടാണ് മൂപ്പര് ചെയ്യുന്നത് ഞാൻ കുറേ നേരം വിചാരിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് മൂപ്പരൊരു മാസ് സ്റ്റോപ്പുണ്ട് കണ്ടോ. ഇനിയുള്ളതാണ് ഏറ്റവും സാഹസികമായ കാര്യം. കുഞ്ഞു കുട്ടികളാണ്, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ഓർക്കണം, നോക്ക്, ട്യൂബിലായിട്ടാണ് ആ പുറകിൽ അടിച്ചു പൊട്ടിക്കുന്നത്. എന്തടിയാണ് അടിക്കുന്നതല്ലേ, കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. ഇത് കൂടാണ്ട് ബൈക്കിൽ ഒരു കുട്ടീൻ്റെ മേത്തൂടെ ബൈക്ക് കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ശരി, ബൈ.